നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ലോക്ഹീഡ് മാർട്ടിൻ F-21 ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. ഇത് ഇന്ത്യ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യോമശക്തിയും പ്രതിരോധ മേഖലയും വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിയും. ഇന്ത്യയുടെ തനതായ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ IAFന്റെ മീഡിയം മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് MRFA പ്രോഗ്രാമിലെ ഒരു ഭാഗം കൂടിയാണ് ലോക്ഹീഡ് മാർട്ടിൻ F-21. പുതുതലമുറ ഏവിയോണിക്സ്, സെൻസർ ഫ്യൂഷൻ, ഹൈടെക് പൈലറ്റ് ഇൻഫർമേഷൻ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ F-21 ഉൾക്കൊള്ളുന്നു. ഇത് മറ്റ് നാലാം തലമുറ ജെറ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ നൂതനമാക്കുന്നു. ഇന്ത്യൻ സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ നയവുമായി പൊരുത്തപ്പെടുന്ന ടാറ്റയുടെ പങ്കാളിത്തത്തോടെ F-21 ഇന്ത്യയിൽ നിർമ്മിക്കാൻ ലോക്ഹീഡ് മാർട്ടിൻ നിർദ്ദേശിക്കുന്നു. ഇതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റവും പ്രധാന ഘടകങ്ങളുടെ പ്രാദേശിക ഉൽപ്പാദനവും ഉൾപ്പെടുന്നു എന്നതാണ്. ഇത് വിദേശ വിതരണക്കാരിൽ ഇന്ത്യയുടെ ആശ്രയത്വം കുറയ്ക്കുകയും അതിൻ്റെ എയ്റോസ്പേസ് വ്യവസായത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാണ ശൃംഖലയുടെ വികാസത്തിലൂടെ പതിനായിരക്കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പ്രോഗ്രാമിന് കഴിയുമെന്നത് എടുത്തു തന്നെ പറയണം. ഇന്ത്യയുടെ തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCAയും റഫേൽ Su-30 MKE പോലെയുള്ള ഭാരമേറിയ യുദ്ധവിമാനങ്ങളും തമ്മിൽ യോജിക്കുന്ന തരത്തിലാണ് F-21 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂതന ഏവിയോണിക്സ്, മികച്ച ഫയർ പവർ, ചിലവ് കുറഞ്ഞ ലൈഫ് സൈക്കിൾ പിന്തുണ എന്നിവയുടെ ആകർഷകമായ സംയോജനമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത്. ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് F-21 കുറഞ്ഞ ലൈഫ് സൈക്കിൾ ചെലവും കാർബൺ ഫുട് പ്രിന്റ്സുകളുമുണ്ട്. പുതിയ കോക്പിറ്റ് ഡിസ്പ്ലേകൾ, കൺഫോമൽ ഇന്ധന ടാങ്കുകൾ, ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത ഏരിയൽ ടാങ്കുകളുമായുള്ള അനുയോജിത തുടങ്ങിയ മെച്ചപ്പെടുത്തലുകൾ F-21 ഒന്നിലധികം ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും IAFനെ അനുവദിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളും സെൻസറുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ്. സാങ്കേതിക വിദ്യ കൈമാറുന്നതും ഇന്ത്യക്കുള്ളിൽ പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കുന്നതും ഉൾപ്പെടെ ഒരു വ്യാവസായിക പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിലാണ് F-21 പ്രോഗ്രാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് സ്വന്തം എഞ്ചിനീയറിംഗ് കഴിവുകൾ വികസിപ്പിക്കാനും പ്രാദേശിക നിർമ്മാണം ശക്തിപ്പെടുത്താനും ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഫൈറ്റർ ജെറ്റ് സൃഷ്ടിക്കാനും സഹായിക്കുമെന്നതാണ്. ഒരു F-21 പങ്കാളിത്തം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ഫൈറ്റർ വിമാന ആവാസ വ്യവസ്ഥയിലേക്ക് സംയോജിപ്പിക്കും എന്നതിൽ സംശയമില്ല. ഇനി F-21 സ്പെസിഫിക്കേഷനുകൾ പരിശോധിക്കാം. ലോക്ഹീഡ് മാർട്ടിൻ F-21 ഇന്ത്യൻ വ്യോമസേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. F-16 ബ്ലോക്ക് 70/72 സമാനമായ സ്പെസിഫിക്കേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ, റഡാർ, മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് വാർഫെയർ EW സിസ്റ്റങ്ങൾ, വർദ്ധിച്ച ആയുധശേഷി തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശക്തമായ ഒരു മത്സരാർത്ഥിയായി മാറുന്ന നിരവധി ഗുണങ്ങൾ ലോക്ഹീഡ് മാർട്ടിൻ F-21 വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നൂതനമായ APG-83 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറിന് മുൻ റഡാറുകളെക്കാൾ ഇരട്ടി ഡിറ്റക്ഷൻ ശ്രേണിയുണ്ട്. സാങ്കേതികവിദ്യ കൈമാറ്റവും പ്രധാന ഘടകങ്ങളും പ്രാദേശിക ഉൽപ്പാദനവും ഉപയോഗിച്ച് F-21 ഇന്ത്യയിൽ നിർമ്മിക്കാൻ ലോക്ഹീഡ് മാർട്ടിൻ നിർദ്ദേശിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയണം. പുതിയ കോക്പിറ്റ് ഡിസ്പ്ലേകൾ, കൺഫോമൽ ഇന്ധന ടാങ്കുകൾ, ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത ഏരിയൽ ടാങ്കുകളുമായുള്ള അനുയോജ്യത എന്നിവയുൾപ്പെടെ F-21 മെച്ചപ്പെട്ട കഴിവുകളുണ്ട്. പ്രോബ്, ഡ്രോഗ്, ബൂം, ഏരിയൽ ഫ്യൂവലിംഗ് എന്നിവയ്ക്ക് കഴിവുള്ള ലോകത്തിലെ ഏക യുദ്ധവിമാനം കൂടിയാണിത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് 40% മുതൽ എയർ ടു എയർ ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും. F-21 ഫൈറ്റർ ജെറ്റിലെ ട്രിപ്പിൾ മിസൈൽ ലോഞ്ചർ അഡാപ്റ്ററുകൾ TMLA അതിൻ്റെ പോരാട്ട ശേഷിക്ക് ഗണ്യമായ ഉത്തേജനം നൽകുന്നു. മുൻ F-16 ഡിസൈനുകളെ അപേക്ഷിച്ച് 40% കൂടുതൽ എയർ ടു എയർ മിസൈലുകൾ വഹിക്കാൻ TMLA F-21 അനുവദിക്കുന്നു എന്നതാണ്. ഈ വർദ്ധിച്ച ഫയർ പവർ F-21 ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ പ്രാപ്തമാക്കുകയും എയർ ടു എയർ പോരാട്ടത്തിൽ അതിൻ്റെ മൊത്തത്തിലുള്ള പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഫിക്സഡ് റോട്ടറി വിംഗ് വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ക്രമീകരിക്കാവുന്ന ഇന്റർ മിക്സബിൾ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് ലോഡുകൾ നൽകുന്നതിന് TMLA യൂണിവേഴ്സൽ എയർക്രാഫ്റ്റ് റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുമായി സംയോജിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ്.
ഒരേ സമയം 3 വ്യത്യസ്ത തരം ശൈലികളിൽ വലുപ്പത്തിലുള്ള റോക്കറ്റുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഉൾക്കൊള്ളിക്കാൻ ട്രിപ്പിൾ ലോഞ്ചർ അഡാപ്റ്റർ TLA രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. F-21ന്റെ നൂതന റഡാർ സിസ്റ്റം ദീർഘദൂര കണ്ടെത്തലുകളും ട്രാക്കിംഗ് കഴിവുകളും നൽകുന്നു എന്നതാണ്. ഇത് പൈലറ്റുമാരെ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും ഇടപഴകാനും പ്രാപ്തമാക്കുന്നു. ശത്രു റഡാറുകളെയും ആശയവിനിമയ ശൃംഖലയെയും കണ്ടെത്താനും തടസ്സപ്പെടുത്താനും അതുപോലെ അവയെയൊക്കെ പറ്റിച്ച് കടന്നു കളയാനും F-21ന് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുണ്ട്. ഇത് ഇലക്ട്രോണിക് പ്രതിരോധ നടപടികളിൽ ഒരു മുൻതൂക്കം നൽകുന്നു എന്നതാണ്. ലോങ് റേഞ്ച് IRST ഇൻഫ്രാറെഡ് തിരയലും അതുപോലെ തന്നെ ട്രാക്കിങ്ങും പൈലറ്റിന് വൺ ഷൂട്ട് കിൽ എന്ന ഉറപ്പും നൽകുന്നു. റഡാർ സംവിധാനങ്ങൾ, നിരീക്ഷണ ശൃംഖലകൾ, ഡാറ്റ പങ്കിടൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുമായി ഇതിന് തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ കഴിയും. ലോക്ഹീഡ് മാർട്ടിൻ ഇന്ത്യക്ക് F-35A വാഗ്ദാനം ചെയ്യുന്നില്ല. കൂടാതെ IAFനായി F-21ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.